ഈ പ്രാവശ്യം പറയാൻ പോകുന്നത് എല്ലാവരും കാത്തിരുന്ന ഒരു സിനിമയാണ് ആടുജീവിതം. ആടുജീവിതം എന്ന് പറയുന്നത് ഒരു പൃഥ്വിരാജിൻ്റെ ഒരു ഫാൻസി ഡ്രസ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അത്ര മഹത്തരമൊന്നും കാണുന്നില്ല. ഇത് വെറും ഒരു തള്ളൽ സിനിമ, പൃഥ്വിരാജിൻ്റെ ഒരു തള്ളൽ സിനിമ, അല്ലാതെ എന്ത് പറയാനാണ്. ഇതാണ് ആൾക്കാർ ഇത്രയും കാത്തിരുന്നിട്ട് ഭയങ്കര സിനിമയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് നമ്മുടെ ഒരു ചാനൽ നടത്തുന്ന ഒരാൾ പറഞ്ഞതാണ്. ഇന്ന് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് യാദൃച്ഛയായത് കണ്ടപ്പം അദ്ദേഹം പറയുന്നത് വലിയ ക്ലാസിക് സിനിമയൊന്നുമില്ല, ഓസ്കാർ സിനിമയല്ല, ഇത് വേറെ നടന്മാർ അഭിനയിച്ചിരുന്നാലും ഫഹദ് ഫാസിലോ മമ്മൂട്ടിയൊക്കെ അഭിനയിച്ചിരുന്നെങ്കിൽ അതിഗംഭീരമാകുമായിരുന്നു. ഒരു 16 വർഷം വരെ കാത്തിരുന്നു, 35 കിലോ ഭാരം കുറച്ചിരുന്നു. എന്താ ഇതിലുള്ളത്? ഞാനൊക്കെ പണ്ട് കോളേജ് പഠിക്കുമ്പോൾ കാണിച്ചിട്ടുള്ള വെറും ഫാൻസി ഡ്രസ് മാത്രം എന്താണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല കേട്ടാ. ഒരു തള്ളു സിനിമ അല്ല എന്ന് സധൈര്യം സന്തോഷപൂർവ്വം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാനിപ്പം മെനക്കെടുന്നതല്ല ഞാൻ പറയുന്നത്. കാരണം ഒരു മനുഷ്യൻ്റെ പച്ചയായ മനുഷ്യൻ നജീബ് എന്ന് പറഞ്ഞ ആൾ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ട് അദ്ദേഹത്തിന് കുടുംബത്തിന് വേണ്ടി ഒരു മണലാരണത്തിൽ പോയിട്ട് ഒരു കഫീലം തെറ്റിദ്ധരിക്കപ്പെട്ട് ഒരു വ്യക്തിയോടൊപ്പം അദ്ദേഹത്തിന് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, ആഹാരമില്ല, വസ്ത്രമില്ല, കുളിക്കാൻ നല്ല ജലമില്ല. അദ്ദേഹത്തിന് എന്തോ ശൗചത്തിന് പോകുമ്പം വെള്ളം ഉപയോഗിച്ചു പറഞ്ഞിട്ട് അദ്ദേഹം തെളിച്ചു പറയാണ്, മണൽ ഉപയോഗിക്കടാ എന്നാ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ അവസ്ഥയാവുന്നത്. അദ്ദേഹത്തിന് അവസാനം മരിക്കാൻ വരെ തീരുമാനിച്ചു. കാരണം അദ്ദേഹം ഇവിടെ നാടിട്ട് പോകുമ്പോഴത്തേക്ക് ഭാര്യ ഗർഭിണിയാണ്, കുഞ്ഞിനെ പോലും പുള്ളി കാണാൻ പറ്റില്ല. ഞാൻ പെട്ടുപോയി എന്ന് അദ്ദേഹം എങ്ങനെ അറിയിക്കും? ഒരു കത്തെഴുതാൻ പറ്റുന്നില്ല. ഈ 3 വർഷക്കാരൻ പുള്ളിക്കാരൻ ഒരു ദീർഘം പോലും ശമ്പളം കിട്ടിയില്ല. പിന്നെ എങ്ങനെയോ ജീവിച്ചു മരിക്കുന്നു. പിന്നെ മരണം പോലും പുള്ളിക്കാരനെ കൈവടിഞ്ഞു. അത് നല്ല ഷോട്ട് എടുത്തിട്ടുണ്ട്. നല്ല പക്ഷികളുടെ ഒരു പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നൊരു മുനമ്പുണ്ട്. അവിടെ കഴുകന്മാർ ഒരു കഴുകനൊക്കെ പുള്ളിക്കാരനെ പ്രാഞ്ചി കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പോഴും മരണത്തിന് പുൽകാൻ പുള്ളിക്കാരന് ഇഷ്ടമായിട്ടും ഈശ്വരൻ സമ്മതിക്കുന്നില്ല. കാരണം എന്തോ ഒരു പ്രകാശം അയാളിലുണ്ട്. ആ പ്രകാശത്തിന് എങ്ങനെ പുള്ളിക്കാരൻ ഈ ബെന്യാമിൻ്റെ നോവല് അതേപടി പകർത്തിയെന്നോ അല്ല അതിലുപരിയാണെന്നോ ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ബെന്യാമിൻ്റെ നോവൽ ഞാൻ വായിച്ചില്ല, മനഃപൂർവ്വം വായിക്കാഞ്ഞതാണ്. എന്തെന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു മനോഹരമായ ചിത്രം ബ്ലസ്സിൽ ഞാൻ കണ്ടു. തീർച്ചയായിട്ടും ഒട്ടും നഷ്ടമില്ല. അത് 10 മടങ്ങായിട്ട് പൃഥ്വിരാജ് എന്ന ഒരു ജ്വലിക്കുന്ന കണ്ണുകളുള്ള, സ്ഫുരിക്കുന്ന കണ്ണുകളിലുള്ള, ഒടുവിൽ ജീവച്ഛവമായിട്ട് പ്രതീക്ഷയില്ലാത്ത അസ്തമിക്കുന്ന കണ്ണുകളിലൂടെ തീർച്ചയായിട്ടും പൃഥ്വിരാജിനുള്ള മഹാനടൻ നമുക്ക് തന്നു എന്ന് ഞാൻ പറയാതിരിക്കാൻ ഒരു നിർവാഹമില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. എൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നതാണ് എന്തായതിൽ ഇത് ചുമ്മാ ഒരു പ്രച്ഛന്ന വേഷം, ഒരു ഫാൻസി ഡ്രസ്സ് എന്ന് ഞാൻ പറയാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനും ഒരു സിനിമാ സംവിധായകനാണ്. ഒരു സിനിമാ സംവിധായകൻ ഒരു അഭിനേതാവിൽ നിന്ന് എന്തെല്ലാം എടുത്തു, നല്ലൊരു അഭിനേതാവിൽ നിന്നേ ഇത്രയും നല്ല സിനിമ ഉണ്ടാവൂ എന്ന് നല്ലതുപോലെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. സാജൻ, ഞാൻ ചക്കരയമ്മ സാജൻ. സന്തോഷവാനാണ് ഞാൻ. എന്തറിയോ, വളരെ കാലം കാത്തിരുന്ന് പുഴകൾ ചുരുങ്ങി എന്നൊക്കെ പറയില്ലേ, ഒരു എന്നും നിൻ്റെ മൊയ്തില്ല. അതുപോലെ ഞാൻ വളരെ നാൾ കാത്തിരുന്ന ഒരു സിനിമ കണ്ട സന്തോഷത്തിലാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ആടുജീവിതം തന്നെ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചില സിനിമകൾ നമുക്ക് പ്രതീക്ഷയാണ്. ഒരു സംവിധായകൻ 7-8 വർഷം കാത്തിരിക്കുക ഒരു സിനിമ എടുക്കാനായിട്ട്. എന്ത് കണ്ടന്റാണ് പുള്ളി. അദ്ദേഹത്തിലെ ചില സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. സാധാരണ സത്യം പറഞ്ഞാൽ പണ്ട് അവിടെ ബ്ലസ്സിയെ കുറിച്ചാണ് കേട്ടോ. കാഴ്ച എന്നൊരു സിനിമ എടുത്തു. ആ വേദന, കൊച്ചു പയ്യൻ, എന്താ കൊച്ചുണ്ടാപ്പുഴി എന്ന് കണ്ട കൊച്ചു പയ്യനില്ലേ, മമ്മൂട്ടി ഗാർഡിയനായിട്ട് കൊണ്ടുപോയിട്ട് അദ്ദേഹം ആ പയ്യൻ്റെ നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിൽ പോയിട്ട് അവൻ്റെ ടോയ് കിട്ടില്ല, എൻ്റെ കളിപ്പാവെന്ന് പറഞ്ഞിട്ട് ആ വിങ്ങലെനിക്കൊന്നും തീർന്നിട്ടില്ല. പിന്നെ അതുപോലെ ഭ്രമരം, പളുങ്ക്, പിന്നെ എന്ന് വേണ്ട എല്ലാ സിനിമകളും ബ്ലസ്സിയുടെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. അത് ഞാനൊരു സിനിമാ സംവിധായകനായതുകൊണ്ട് മാത്രമല്ല, ചില സംവിധായക ചിത്രങ്ങൾ നമ്മളങ്ങനെ കാത്തിരിക്കും. ഇതിനെന്തെല്ലാം വൈതരണികളാണ്. മാത്രമല്ല, ഇതിന് പൃഥ്വിരാജിനെ സംഭവിച്ചേ ഉള്ളൂ. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവല് വളരെ പ്രസിദ്ധി ആർജിച്ചു കഴിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ആലപ്പുഴക്കാരൻ നജീബ് ഭാര്യ ഗർഭിണിയായിട്ട് ഇന്നോ നാളെ പ്രസവിക്കുക എന്ന് കാത്തിരിക്കുന്ന സമയത്ത് മരുഭൂമിയിൽ മരിപ്പച്ച തേടി ജോലിക്ക് പോവുകയും
അവിടെ അദ്ദേഹത്തിൻ്റെ കഫീൽ മാറി എവിടെയോ ഒരു എന്തോ കിലോമീറ്ററുകൾ അകലെ കൊണ്ടുപോയി താമസിപ്പിച്ച് പുറം ലോകം കാണാതെ വെള്ളവും കട്ടപ്പാട്ടിനെ പറ്റി ഈ നജീബിനെ നേരിട്ട് കണ്ട് നല്ല സാഹിത്യകാരനായ കഥയെഴുത്തുകാരനായ ബെന്യാമിൻ മനോഹരമായി ചിത്രീകരിച്ചു ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ബെന്യാമിൻ വായിച്ചിട്ടില്ല. കാരണം ഇത് സിനിമയാകാൻ പോകണമെന്ന് കേട്ടു. അപ്പോൾ ചില സിനിമകൾ നമ്മൾ ആദ്യമേ തന്നെ നോവൽ വായിച്ചിട്ട് കാണാൻ പോകുമ്പം ഇഷ്ടമുണ്ടാവും. ബെന്യാമിൻ എന്നുള്ള സിനിമ കഥ നോവൽ ഞാൻ വായിക്കാഞ്ഞത് കഥാകൃത്തുകൾ പാത്രസൃഷ്ടിക്ക് വേണ്ടിയിട്ട് പലതും ചേർക്കും. അത് സിനിമയിൽ കണ്ടില്ലെങ്കിൽ നമുക്ക് വിഷമം തോന്നും. എന്നാൽ തകഴിയുടെ ചെമ്മീൻ അങ്ങനെ ആയിരുന്നില്ല. പിന്നെ 2 സ്ത്രീകളും ഒരു പുരുഷനും എന്ന സിനിമ ഞാൻ കണ്ടു. അമ്മയെ കാണാൻ കാന ഈ നോവലായിരുന്നു. പിന്നെ മുട്ടത്തുവർക്കിയുടെ എല്ലാ സിനിമകളും ഞാൻ കഥ വായിച്ചിട്ടാണ്. മുട്ടത്തുവർക്കിയുടെ ആരാധനയാണ്. പൈങ്കിളി, പ്രേമനസീർ വേണം, ജയഭാരതി വേണം, ഷീല വേണം, ശാരദ വേണം, പട്ടുതൂവാല, സ്ഥാനാർത്ഥി സാറാമ, അങ്ങനെ എല്ലാം മുട്ടത്തുവർക്കിയുടെ നോവൽ കണ്ട് അന്ന് ഞാൻ പോയി വായിക്കും. അത് കണ്ടിട്ട് സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കും. ഈ സിനിമ ഈ ബെന്യാമിൻ നല്ല സാഹിത്യകാരനാണെന്ന് കേട്ടതുകൊണ്ടും ഇതിൽ സാഹിത്യകാരൻ പല കഥാപാത്രങ്ങൾക്കും ജീവൻ കൊടുക്കാൻ വേണ്ടി ചെയ്യുമെന്നും ആ കഥാപാത്രം നമ്മുടെ സിനിമയിൽ കണ്ടില്ലെങ്കിൽ വിഷമമുണ്ടാവും എന്ന് വെച്ചിട്ട് ഞാൻ വായിച്ചില്ല, ഇനിയും വായിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ഈ സിനിമ കാണാൻ കാത്തത് ഭാഗ്യത്തിന് ബ്ലസ്സി തന്നെ ഇത് സിനിമ എടുക്കുന്നു എന്നതോടെ കേട്ടപ്പോൾ കുറച്ചുകൂടി സന്തോഷമായി. ബ്ലസ്സി സാധാരണക്കാരനല്ല. പത്മരാജ സാറിൻ്റെ കൂടെയൊക്കെ നമുക്ക് വാർക്കാൻ മുന്തിരി തോപ്പുകൾ അങ്ങനെ കുറേ സിനിമകളുടെയൊക്കെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. ഞാൻ എൻ ശങ്കരൻ നായർ സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിരുന്നു, അതറിയാം. അതിനു മുമ്പേ ക്രോസ് വെറ്റ്മണി സാറിൻ്റെ കൂടെ പഴയ കാക്കനാളിൻ്റെ വെളിച്ചാകൽ എന്ന ചിത്രത്തിൽ ഞാൻ മെല്ലാൻഡ് സ്റ്റുഡിയോയിലാണ് പുള്ളി പഠിച്ചു വന്നത്. അത് പ്രീമിയർ സ്റ്റുഡിയോ മൈസൂർ. എൻ്റെ സിനിമയായിരുന്നു ജോഷി, അതേ ചിത്രത്തിൻ്റെ. ഞാനൊരു 4 ചിത്രങ്ങളെ അദ്ദേഹത്തോടെ വർക്ക് ചെയ്തുള്ളൂ. ഇത് ഞാൻ പറയാൻ കാരണം ഈ ചില സിനിമകൾ നമുക്ക് കാണാൻ കാത്തിരിപ്പ് നീണ്ടു പോകുമ്പം ഭയങ്കര വിഷമമുണ്ടാവും. ആ വിഷമത്തിൽ വിരാമം ഇട്ടുകൊണ്ട് ആടുജീവിതം കണ്ടു. അതിമനോഹരമായ സിനിമ. അതിലൊക്കെ നമ്മുടെ റസൂൽ പൂക്കുട്ടി ഉണ്ടല്ലോ, മണൽക്കാരനിൽ ആ മരുഭൂമിയിൽ ചെറിയ മണൽ ഇഴയില്ലേ, ആ ശബ്ദം വരെ നമുക്ക് കാതിൽ കേൾക്കാം. അത് തിയേറ്ററിക് മൂവിയാണ് കേട്ടോ. തിയേറ്ററിൽ തന്നെ പോയി കണ്ടാലേ പറ്റുള്ളൂ. എ ആർ റഹ്മാൻ്റെ പശ്ചാത്തല സംഗീതം, പിന്നെ എ ആർ റഹ്മാനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞാൽ അത് വേണ്ട. എന്തിനാ? കാരണം അദ്ദേഹത്തൊക്കെ റസൂൽ പൂക്കുട്ടിയും എ ആർ റഹ്മാനും ഓസ്കാർ ആൾക്കാരല്ലേ. പിന്നെ ഈ പടം ഓസ്കാറിന് കിട്ടുമോ ഇല്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ മറ്റു ചില ആൾക്കാർ പറയാം. അതും പറയാം. കാരണം ഞാനിപ്പം ഇത് പോസ്റ്റ് ചെയ്യുന്ന തൊട്ട് മുമ്പാണ് നമ്മുടെ ഒരു ചാനൽ നടത്തുന്ന ഒരു പ്രഗത്ഭനായ ഒരാൾ പറയുന്നത് ഈ ചിത്രം ഞാൻ ഒരു വലിയ സിനിമയായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് ഈ സിനിമ പൃഥ്വിരാജ് അല്ല, ഇത് ഫഹദ് ഫാസിലാണെങ്കിലോ മമ്മൂട്ടി ആണെങ്കിലോ ഇതിനേക്കാളും മേന്മ ഏറും എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. മാത്രമല്ല ഇത് നല്ല പടം അല്ല എന്ന് ഞാൻ പറയുന്നില്ല, അതെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അത്ര നല്ല പടമൊന്നും ഞാൻ കാണുന്നില്ല. ഇതിലെന്താണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്? അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. കാരണം എനിക്ക് എൻ്റെ അഭിപ്രായം പറയാവുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാം. പിന്നെ അദ്ദേഹം ഈ ഫഹദ് ഫാസിലിനെയും മമ്മൂട്ടിയെയും കുറിച്ച് എടുത്തു പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞുള്ളൂ. അദ്ദേഹം അവരൊക്കെ നല്ല അഭിനേതാക്കളാണ്, അത് സംശയമില്ല. പക്ഷെ പൃഥ്വിരാജിനുമായിട്ട് താരതമ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല ഇതിൽ. പിന്നെ അദ്ദേഹം പറയുന്നു 35 കിലോ ഭാരം എന്തിനാ സിനിമയിൽ കുറച്ചത്? അതിനെന്താ കാര്യം? ഒരു പുള്ളിക്കാരൻ കുളിക്കാൻ പോകുന്ന നഗ്ന ശരീരം മാത്രം കാണിക്കുന്നതുകൊണ്ട് മാത്രമേ അത് പ്രശംസിക്കേണ്ടതാണ്. പക്ഷേ അതിനുവേണ്ടി ഇത്രയും കുറയ്ക്കണം, അല്ലാതെ തന്നെ ചില ഡ്രസ്സുകൾ ഇട്ടാൽ പോരെ, മേക്കപ്പ് കൊണ്ട് പോരെ, അതിനൊന്നും ആവശ്യമില്ല എന്നാണ് പുള്ളിക്കാരൻ്റെ അഭിപ്രായം. പക്ഷേ ഈ നഗ്നമായിട്ടുള്ള സീനിൽ മാത്രം കാണിക്കാനാണോ അതെടുത്തത്? കുറച്ചതല്ല. പല രംഗങ്ങളും സംവിധായകൻ ഇദ്ദേഹത്തിൻ്റെ കൃശഗാത്രം കാണിക്കേണ്ടി വരും. നല്ല ഫാറ്റി ആയിട്ടുള്ള ശരീരം, ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് രണ്ടുമൊന്നുമല്ല ജീവിതം ഇത്രയും മോശമായിട്ട് വരണമെങ്കിൽ എന്തുമാത്രം സാഹസം ഒരു മനുഷ്യൻ അനുഭവിച്ചിരിക്കണം. അത് നമ്മൾ അനുഭവിച്ചല്ലേ അറിയാമൊള്ളൂ. ഒരു സീനിലെ പുള്ളിക്കാരനെ ആടിന് ഒരു കുബൂസ് കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. ക്ലോസപ്പിൽ ഇത് എടുത്തിട്ടുണ്ട്. ആട് ചവയ്ക്കുന്നിട്ട് ശകലം പീസെടുത്ത് പുള്ളി ചെയ്യുന്നത്. അപ്പം പുള്ളിയും ഇങ്ങനെ ചവയ്ക്കുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്താ ഈ മനുഷ്യൻ ഈ ആട് ചവയ്ക്കുന്ന പോലെ? അതിലെ കഥാപാത്രം ആയിപ്പോയി. അത് പുള്ളിക്കാരനെ ചവച്ച ശേഷം സൈലൻ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു നിർവികാരത. ഈ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ല, നീണ്ടു കിടക്കുന്ന മരുഭൂമി, ആരുമില്ല. എന്തെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ 2 ഡബിൾ ബാരൽ ഗണ്ണുമായിട്ട് ആ കവിയിൽ നിൽക്കുന്ന ഒരുത്തൻ. പിന്നെ ഇയാളോട് അഭിനയിച്ച പണ്ട് എന്തോ ഗൾഫിലേക്ക് പോകാൻ ഒരു കൊച്ചു പയ്യനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഹക്കീം എന്ന കഥാപാത്രം. ആ പയ്യനെ അവനെ കാണാൻ വേണ്ടിയിട്ട് പുള്ളി ശ്രമിക്കുന്നുണ്ട്. ഏതോ ഒരു സമയത്ത് ദൈവ നിയോഗം പോലെ ഹക്കീമിനെ കാണുകയാണ്. രക്ഷപ്പെടാൻ ഒരു മാർഗം നോക്കിക്കൊള്ളണം. അവൻ്റെ ബോസ്, അതായത് കഫീൽ എന്നങ്ങാണ്ട് പറയാം, അതിൽ കൂടിയിട്ട് രക്ഷപ്പെടാനൊരു മാർഗം അവനും ഇതുവരെ അവസ്ഥപ്പെട്ടു പോയി. ഇവരും പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. നാട്ടിൽ ഗർഭിണിയായ ഭാര്യയ്ക്കോ കുടുംബത്തിലോ ഒരു കത്തയക്കാന്ന് വെച്ചാൽ എവിടെ പോയി അയക്കും?
ആരെങ്കിലും കൊടുക്കാൻ വേണ്ടേ? അങ്ങനെ പുള്ളിക്കാരന് ഒരാളിന് മാത്രം ഒരു കത്തെഴുതി കൊടുക്കാനായിട്ട് ശ്രമിച്ചു. ആ മണലാരണ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചു. ആ കാറ്റത്ത് പറന്നു നോക്കുന്ന സത്യം നമുക്ക് വലിയ വിഷമം തോന്നും. അതുപോലും സാധിക്കുന്നില്ലല്ലോ എന്നുള്ള എന്ത് കഷ്ടം നോക്കണം മനുഷ്യൻ്റെ അവസ്ഥയെ നേരിട്ട് കാണുകയാണ്, പച്ചയായിട്ട് കാണുകയാണ്. അങ്ങനെ ആ ഒരു ഒരു എന്തോ പിടിവള്ളി കിട്ടുന്ന പോലെ അതിൽ അഭിനയിച്ചിരിക്കുന്ന നടനുണ്ടല്ലോ, എന്തോ അദ്ദേഹം പിന്നീടാണ് അറിയുന്നത് അദ്ദേഹം ഒരുപാട് സീരിയലിലും ഇംഗ്ലീഷ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ആഫ്രിക്കനാണ്. എന്ത് മനോഹരമായ അഭിനയം. പിന്നെ ഞാൻ എടുത്തു പറയാൻ വെച്ചാൽ പൃഥ്വിരാജിനെ വെല്ലാനായിട്ട് എനിക്ക് ആരെന്ത് പറഞ്ഞാലും അത് പൃഥ്വിരാജ് തന്നെ ഉള്ളൂ. ഞാൻ അതിൻ്റെ ഓരോ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത കണ്ടിട്ടുണ്ടോ? തീക്ഷ്ണമായ കണ്ണുകളാണ്. അത് ഫഹദ് ഫാസിലിൻ്റെ കണ്ടുകൊണ്ടുണ്ടോ? അത് തീവ്രതയുള്ള കണ്ണുകളാണ്. ആ കണ്ണുകളിൽ ഒരു പ്രത്യേക ഒരു മാജിക് പവറുണ്ട്, ഒരു തീക്ഷ്ണതയുണ്ട്. ആ തീക്ഷ്ണതയുള്ള കണ്ണുകൾ, ആ തീക്ഷ്ണത ബ്ലസ്സി മനോഹരമായിട്ട് എടുത്തോടൊപ്പം തന്നെ ആ നിർജീവമാകുന്ന കണ്ണുകളുണ്ട്. മരിക്കുന്നതല്ല, ഇനി പ്രത്യാശയില്ല, എങ്ങനെ രക്ഷപ്പെടും, ആർക്ക് വേണ്ടിയിട്ട് എന്നൊരു തോന്നലൊക്കെ ആ മുഖത്ത് വന്നതേ. ഓ ബ്ലസ്സി നമിക്കുന്നു, ഹാറ്റ്സ് ഓഫ്. ഞാൻ സംവിധാനം തന്നെ എന്നാൽ ആ പൃഥ്വിരാജിൻ്റെ ആ ഭാവാഭിനയം എനിക്ക് മറ്റാ നടന്മാരിലെ തുല്യതയോ ഒരു സാമ്യപ്പെടുത്തലോ ഞാൻ ചെയ്യുന്നില്ല, ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എത്ര സിനിമകളൊക്കെ ഉണ്ട്. നമ്മുടെ പൃഥ്വിരാജ് ചേട്ടൻ, പിന്നെ നെടുമുടി വേണു, ഇല്ല ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാൻ കൃത്യം കാണിക്കുമല്ലോ പുള്ളി നെടുമുടി വേണു. അത് നെടുമുടി വേണു ഇല്ല ആരുണ്ട്? തിലകൻ ചേട്ടനല്ലാതെ തിലകൻ ചേട്ടന് ഉവ്വ എന്നൊക്കെ പറയുന്നത്. അപ്പം അത് ചില നടന്മാരിൽ അത് അവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരാൾ ചെയ്താൽ തകരയിലൊക്കെ നെടുമുടി വേണ, ചെല്ലപ്പനാശാരി, അതുപോലെ നെടുമുടി വേണെ കൊണ്ട് പിന്നെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് കൊട്ടാരക്ക ശ്രീധരൻ സാറിൻ്റെ ആ കാട്ടുതുളസിയൊക്കെ കണ്ടാണല്ലോ, ചെമ്പൻകുഞ്ഞ്, തകഴി, ഇങ്ങനെ എന്തെന്തെങ്കിലും സംഭവങ്ങളാവില്ല. അതുകൊണ്ട് വേറെ ആളെ താരതമ്യപ്പെടുത്താൻ പാടില്ല. ഇപ്പം നമുക്ക് മലയാള സിനിമയിൽ ഒത്തിരി നല്ല അഭിനേതാക്കൾ, ഞാൻ പുരുഷന്മാരുടെ കാര്യമാണ് പറയുന്നത്. സ്ത്രീകളുടെ കാര്യത്തിൽ എടുത്തു പറയുന്നത് ഉർവശിയാണ്. മറ്റുള്ളവർക്ക് മോശമല്ല. ഉർവശിയൊക്കെ തലയാണ മന്ത്രത്തിലൊക്കെ ഉണ്ടല്ലോ, ആ കുഞ്ഞു എന്നൊക്കെ പറയില്ല, അയ്യോ എന്ത് നല്ല രസമായിരുന്നു. ഉർവശിയിലൊക്കെ ചില മീര ജാസ്മിൻ, ഉർവശി, പിന്നെ പാർവതി തിരുവത്ത്, ഇങ്ങനെയുള്ള നല്ല നടിമാരും കാര്യങ്ങളും നല്ല അഭിനേതാക്കൾ അതിലുണ്ട്. അതുകൊണ്ട് നമ്മളൊരു സിനിമ നമ്മൾ കാണാൻ പോകുമ്പോൾ മറ്റുള്ളതിനെ കുറിച്ച് താതാത്മ്യം വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ഇതിൽ റസൂൽ പൂർക്കുട്ടിയും ഇവിടെ AR റഹ്മാനും പിന്നെ ശേഖർ പ്രസാദും മേക്കപ്പ്, ആർട്ട്, പിന്നെ എല്ലാം വേണ്ട, എല്ലാം എന്ത് മികവുറ്റായിരിക്കുന്നു. ഇതിൻ്റെ പ്രതിബന്ധനം എന്ന് പറയുന്നത് 2 വർഷമുള്ള കൊറോണ ജീവിതം തകർത്തില്ലേ. അപ്പോഴും പൃഥ്വിരാജ് പറയുന്നത്, പൃഥ്വിരാജിനോട് അദ്ദേഹം പ്ലസ് പറഞ്ഞത്, എനിക്ക് വിഷമം തോന്നുന്നു വരുന്നതല്ല, ഇത്രയും ശരീരം കഷ്ടപ്പെട്ട് നീ കുറച്ചുകൊണ്ട് വന്നിട്ട് വീണ്ടും വെറുതെ ആയിപ്പോവല്ലോ എന്നുള്ള വിഷമമാണെന്ന് പറയുമ്പം അത് കുഴപ്പമൊന്നുമില്ല, എന്ന് പൃഥ്വിരാജാണ് ധൈര്യം കൊടുത്തതെന്ന് പലപ്പോഴും പുള്ളി പ്ലസ് ആവർത്തിച്ചു പറയുന്നുണ്ട്. അങ്ങനെ ഒരു അഭിനേതാവൊക്കെ ആണല്ലോ ജീവൻ മരണ പോരാട്ടം പോലെ ചെയ്തത്. മല്ലിക സിനിമ കണ്ടിട്ട് മല്ലിക പറയാണ് സഹിക്കില്ലെന്ന്. കാരണം എന്തായാലും ഞാൻ അമ്മയല്ലേ, പറഞ്ഞു പോവും, നിങ്ങൾ തന്നെ കാണും. ഞാൻ അവൻ്റെ അമ്മയാണ്, ഞാൻ എങ്ങനെ നോക്കി കാണുമെന്നാണ് വിചാരം. എൻ്റെ ജീവിതത്തിലെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ആടുജീവിതത്തിൽ എൻ്റെ മോൻ അഭിനയിച്ചതും ഇപ്പം ഈ നടന്ന ഫംഗ്ഷനും എല്ലാം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ചില സിനിമകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കും. ഞാൻ അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിലാണ് പഠിച്ചത്. അതിനു മുമ്പ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഞാൻ ഒരുപാട് മുട്ടത്തുർക്കി നോവല്, കാനഗീജ്, പാറപ്പുറത്ത്, പിന്നെ കുറേ സിനിമകൾ, അഭയദേവ്, പിന്നെ വേറെ കേശവദേവിൻ്റെ ഓർഡറിൽ നിന്നുള്ള സിനിമയാണ്. നാളെ SLC എക്സാമിന് എനിക്ക് നോൺ ഡീറ്റെയിൽഡ് എക്സാം മലയാളത്തിൻ്റെ. ഇന്നാണ് ആ പടം റിലീസ്. എനിക്ക് സിനിമ വേണോ പരീക്ഷ വേണോ? പരീക്ഷ പിന്നെ എഴുതാം, തോറ്റു പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പോയിട്ട് ഓർഡറിൽ നിന്ന് സിനിമ കാണാൻ പോയി. എനിക്ക് മലയാളത്തിൽ നല്ല മാർക്ക് കിട്ടി. അതുപോലെ കാന ഈജാണ് ഞാൻ പറഞ്ഞില്ല, 2 സ്ത്രീയുടെ ഒരു പുരുഷൻ, അമ്മയെ കാണാൻ സിനിമ. അപ്പോൾ അന്നേ ഒരു സിനിമ ഒരു പ്രാന്താണ്, ചില സിനിമകൾ വരാൻ വേണ്ടി കാത്തിരിക്കും. അന്ന് നമുക്ക് അറിയപ്പെടുന്ന സംഭവം വെച്ചാൽ തിരുവനന്തപുരത്ത് ഒരു മെരിലാൻഡ് സ്റ്റുഡിയോ, ആലപ്പുഴ ഒരു ഉദയ സ്റ്റുഡിയോയിൽ കുഞ്ചക്ക മുരാളി, അദ്ദേഹം ഒരു പണ്ട് വടക്കൻ വീരഗാഥകൾ തീർച്ചയായിട്ടും നമുക്കൊരു മുൻവിധിയോട് സിനിമ കാണാൻ പോകും. പിന്നെ തിലോത്തമ, പിന്നെ ഒരുപാട് സിനിമകളൊക്കെ അങ്ങനെ കണ്ടതാണ്. പാലാട്ട് കോമൻ, പിന്നെ രാഗിണിയൊക്കെ അഭിനയിച്ച ആ കാലത്തുള്ള പടങ്ങളെ കുറേ സിനിമകൾ. ഇവിടെ നമുക്ക് ഈ ഭക്തി പടങ്ങൾ, കുമാരസംഭവം പോലുള്ള പടങ്ങൾ, മറ്റുള്ള പടങ്ങളും ഇവിടെ നമുക്ക് മെരിലാൻഡ്, നമുക്കൊന്നും ഒരു മുൻ ധാരണയുണ്ട്. മെരിലാൻഡ് സുബ്രഹ്മണ്യ മുരളിയുടെ പടം മിക്കവാറും ഭക്തി പ്രസവായിരിക്കും. അത് അധ്യാപികയ്ക്ക് പുള്ളിയെടുത്ത പടമാണ്, കുടുംബത്തെ പടമാണ്. ഒരുപാട് പ്രാവശ്യം കണ്ടാണ് ഞാൻ പത്നിയൊക്കെ അഭിനയിച്ചത്. അപ്പോൾ അന്ന് എപ്പോഴും നമ്മളിങ്ങനെ ഒരു മുൻ ധാരണ ഉണ്ടാവും. ഉദയ എന്ന് വരുന്ന പടങ്ങളിൽ പ്രേംനസീർ നല്ല സുമുഖനായിട്ട് സ്വന്തനായിട്ടും നല്ല പാട്ട്, അതിൽ ഗോവിന്ദൻകുട്ടി, അല്ലെങ്കിൽ കൊട്ടാരക്കര ശ്രീധരൻ നായർ, പിന്നെ നല്ല രാഗിണി, ഷീല, പിന്നെ ശാരദ, ഇങ്ങനെയുള്ള നല്ല കളർഫുള്ളായിരിക്കും.
ഇതേ സമയത്ത് ഇപ്പുറത്ത് ഇങ്ങനെയുള്ള പടം കാണുമ്പോൾ കാത്തിരുന്നിട്ട് പടം കാണും. ഒരാഴ്ചയ്ക്ക് അവിടെ 5 സലീമിലും 5 ജയമോ 2 തിയേറ്ററേ ഉള്ളൂ. അത് പോയാലോ എന്ന് വെച്ചിട്ട് ആദ്യം തന്നെ പടം കാണാൻ പോകും. പരീക്ഷയ്ക്ക് പരീക്ഷ പിന്നെയല്ലേ വിചാരിക്കും, പരീക്ഷ പിന്നെ എഴുതാമല്ലോ. ഇതിന് പിന്നെ കാണണമെങ്കിൽ സിറ്റി പോകണം, സിറ്റി പോയി പടം കാണാനുള്ള പൈസ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രാന്തായിരുന്നു ഞാൻ. പിന്നീട് നമുക്ക് ഒരുപാട് കഥകൾ ഇങ്ങനെ പോലെ പിന്നെ MT അദ്ദേഹത്തിൻ്റെ സിനിമകൾ, നോവൽ എല്ലാം വായിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഒരുപാട് സിനിമകൾ ഇപ്പോൾ വായിച്ച് നോക്കിയിട്ട് 4 കെട്ട്, മുറപ്പെണ്ണൊക്കെ MTയുടെ ഒക്കെ സിനിമകളൊക്കെ കണ്ട് അങ്ങനെ ഒരു പ്രാന്തായിപ്പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചില സിനിമകൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഒരു മുൻവിധിയോട് പോകുന്നത് ഈ മുട്ടത്തുറക്കിയ സിനിമകൾ മാത്രമാണ്. MTയുടെ സിനിമകൾ നമുക്ക് മുൻവിധിയോട് പോയാൽ പറ്റില്ല. കാരണം കഥ അങ്ങനെ നീണ്ടു പോകുമല്ലേ. അതിൽ ചില സീൻസ് ഇല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു വിഷമം തോന്നും. അത് ഏതായാലും ഈ നിരൂപണം എഴുതിയാണ്, നിരൂപണം അല്ല, പുള്ളിക്കാരുടെ അഭിപ്രായം എഴുതിയാണ്. അതെല്ലാം ഒന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇപ്പോൾ ഹക്കീം എന്ന കഥാപാത്രം ബെന്യാമിൻ എഴുതിയ ആടുജീവിതത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹക്കീം നല്ലൊരു ഒരു കൊച്ചു പയ്യനാണ്, നല്ല മിടുക്കനായിട്ട് അഭിനയിക്കുന്ന പയ്യൻ. ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ഇന്ന് ഇതാവട്ടെ, തീർച്ചയായിട്ടും മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായം മുതൽ എടുക്കാതെ, അല്ലെങ്കിൽ നിരൂപകരല്ല ഇദ്ദേഹം കേട്ടോ, അദ്ദേഹത്തിന് ആസ്വാദനം പറഞ്ഞുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇത് പക്ഷെ ഒരു മറ്റൊരാളുടെ അവർ ചെയ്താൽ ഇത് നന്നായിരുന്നു എന്ന് പറയുന്നതിലൂടെ ഉള്ളൂ എനിക്കൊരു വിയോജിപ്പ്. അല്ലാതൊന്നുമല്ല, നമുക്കെല്ലാം നല്ല നല്ല നടന്മാരാണ്. ഇപ്പം വടക്കം വീരഗാഥയിൽ നമ്മുടെ മമ്മൂട്ടി അല്ലാതെ വേറെ ആരഭിനയിച്ച കൊള്ളാം എന്നൊക്കെ ചോദിക്കുന്നില്ലേ, അതിലൊന്നും അർത്ഥമില്ല. പിന്നെ ചില സിനിമകൾ ഇതിൽ എല്ലാ കമലതളൊക്കെ മോഹൻലാൽ അല്ലാതെ വേറെ ആർക്ക് അഭിനയിക്കാൻ പറ്റും എന്നില്ലേ, അതിന് അർത്ഥമൊന്നുമില്ല. കാരണം ഇവർ പരസ്പരം അങ്ങോട്ട് ബഹുമാനിക്കുന്ന നടന്മാരാണ് അവരെല്ലാം കേട്ടോ, അഭിനയിക്കുന്ന ആൾക്കാരാണ്, നടന്മാരാണ്. അപ്പോൾ നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ തന്നെ ആദ്യം ഇന്ന കഥ ഇത് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. അത് കാത്തിരുന്ന് ഇത്ര വർഷങ്ങൾ, ഇത്രയും വിഷമങ്ങൾ ഉണ്ടായിട്ട് പോലും അത് പൂർണ്ണതയിലെത്തിച്ച പൃഥ്വിരാജിനും ബ്ലസ്സിക്കും എൻ്റെ ഹാറ്റ്സ് ഓഫ്. നിങ്ങളും തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. അതിനുശേഷം OTT വരട്ടെ. ഈ ആസ്വാദനം, തിയേറ്ററിൽ കിട്ടുന്ന ആസ്വാദനം, ഈ സൗണ്ട് എഫക്റ്റ്, പശ്ചാത്തല സംഗീതം എല്ലാം കാണുന്നത് ആസ്വദിക്കണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇതേതായാലും തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായമാണ്. ഈ അഭിപ്രായം നിങ്ങൾക്കുണ്ടാവുമെന്ന് ഈ പടം കണ്ട ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും. വീണ്ടും ഒരു അഭ്യർത്ഥന, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് നിങ്ങളുടെ പ്രചോദനം എപ്പോഴും ആവശ്യമാണ്. നന്ദി, നമസ്കാരം.